ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹിമ വന്നിരിക്കുകയാണ് കേട്ടോ. ഹിമ വന്നതിൽ രഞ്ജിത്തിനെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ രഞ്ജിത്തിനാണെങ്കിലോ ഹിമയെ കാണുമ്പോൾ ഒരു വെള്ളറക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അവൻ്റെ ആ ഒരു ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം ഇനി പുറത്തെടുക്കുകയാണ് കേട്ടോ. അവൻ്റെ കാറിൽ അവനൊരു ക്യാമറ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹിമയാണെങ്കിലോ ഈ റൂമിൻ്റെ കതക് തട്ടാണ്. അപ്പോൾ വേദ അവിടെ അതായത് വേദ മേക്കപ്പ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഇന്ദ്രജ വന്ന് കതക് തുറക്കുന്നത്. ആഹിമേ, നീ എത്തിയോ? നിന്നെ എത്ര നേരമായി വേദ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും വേദ എത്തുകയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള ആ കെട്ടിപ്പിടുത്തമാണ്. അങ്ങനെ ഈ സമയം ഇവനാണെങ്കിലോ ഇവൻ്റെ ലാപ്ടോപ്പിൽ തൻ്റെ മുഖം കാണുന്നുണ്ടോ എന്ന് രഞ്ജിത്ത് ചെക്ക് ചെയ്യാണ് കേട്ടോ. ആ കാറിൽ ആ ക്യാമറ ഓണാക്കി തൻ്റെ മുഖം കാണുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, വർക്കാവുന്നുണ്ട്, ഇനി നീ നിൻ്റെ പണി ചെയ്തോ, നിൻ്റെ ഡ്യൂട്ടി നീ ചെയ്യേണ്ട സമയമായി, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു വീഡിയോ അതായത് അത് അയച്ചിടുക. അത് ആ ഒരു കാറ് ആ റൂമിലോട്ട് പെട്ടെന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയമാണെങ്കിലോ ഇവിടെ വിജയ് ആണെങ്കിലോ, ഹിമേ നീ എത്തിയോ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഇവളുടേതായ അലങ്കോല പണികളൊക്കെ ഇവൾ ചെയ്തു വെച്ചിട്ടിരുന്നു, എൻ്റെ ഭാര്യയാണ്, സംഭവമൊക്കെ ശരിയാണ്, ഇവളുടേതായ അലങ്കോല പണി ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ് പറയാം, മതി വിജയ്, വല്ലാതെ കളിയാക്കണ്ട. അപ്പോഴേക്കും ഉടൻ തന്നെ ഹിമ പറയണ, നന്നായി വേദ, നീ ഒരുങ്ങിയിട്ടുണ്ടല്ലോ, അത്യാവശ്യം മേക്കപ്പൊക്കെ നിൻ്റെ ചേച്ചിക്ക് അറിയാമല്ലേ, അപ്പോൾ അത്യാവശ്യം നീ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇന്ദ്രജ് പറയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു പുട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയണേ. എന്തായാലും ചെയ്തത് കറക്റ്റാണ്, അപ്പോൾ ചെയ്തോളൂ എന്ന് പറയണം. അപ്പോൾ ഈ സമയം രഞ്ജിത്താണെങ്കിലോ ഈ കാർ റൂമിലോട്ട് ഇങ്ങനെ വരുത്തുന്ന ആ ഒരു സമയമാണ് കേട്ടോ. ഈ കാർ ഇങ്ങനെ റൂമിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ രഞ്ജിത്ത് ഈ കതക് അത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഫാസ്റ്റ് എന്നിങ്ങനെ താൻ തന്നെ റിമോട്ട് കൊണ്ട് ഇങ്ങനെ തൻ്റെ കാറ് പെട്ടെന്ന് ആ റൂമിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോഴാണ് വിജയ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിജയ് പറയണ, എന്തായാലും ഇനി ഡ്രസ്സ് മാറൽ തുടങ്ങിക്കോളൂ. അപ്പോഴേക്കും ഇന്ദ്രജ് പറയുന്നത്, നിങ്ങൾ എന്തായി പറയുന്നത്, ഇവർ ഡ്രസ്സ് മാറുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതും ശരിയല്ലേ, ഞാനും നിൽക്കാൻ പറ്റത്തില്ലേ, നിങ്ങൾ വല്ലാതെ തമാശ പറയണ്ട, അങ്ങ് വല്ലാതെ ഏൽക്കുന്നില്ല, വാ പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു, പിന്നീട് ഇവർ പോവുകയാണ് കേട്ടോ. ഈ പറയുന്ന വിജയും അതുപോലെ തന്നെ ഇന്ദ്രജയും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇവരുടെ കാലിൻ്റെ ചോട്ടിലൂടെ ഈ കാറ് പോകുന്നുണ്ട്. പക്ഷേ ഈ കാൽ ചുവട്ടിലൂടെ ഈ കാറ് പോകുമ്പോൾ ഇന്ദ്രജ അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ രഞ്ജിത്താണെങ്കിലോ എത്രയും പെട്ടെന്ന് ഇവർ ഡ്രസ്സ് മാറുന്നത് തനിക്ക് ഇപ്പം തന്നെ കാണണമെന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി ആ കാറ് ആ റൂമിലോട്ട് കയറ്റുമ്പോൾ ഇന്ദ്രജ പതുക്കെ അടക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ആ കാറ് പെട്ടെന്ന് ഇങ്ങനെ തെന്നി മാറുന്നുണ്ട് ഡോറിൻ്റെ അടുത്ത്. അപ്പോൾ അപ്പോഴേക്കും രഞ്ജിത്ത് പെട്ടെന്ന് തൻ്റെ റിമോട്ട് കൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ചെയ്യുക. കാരണം താൻ ക്യാമറയിലൂടെ ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ കാറ് കറക്റ്റായി ഡോറിൻ്റെ സൈഡിലൂടെ അങ്ങ് കടന്നു പോവാണ്. ഇതൊന്നും നോക്കാതെ ഇന്ദ്രജ കഥ കടക്കുന്നു കേട്ടോ. ഇതേ സമയം ഹിമയാണെങ്കിലോ, ഇനിയിപ്പോൾ നേരം വഴുകണ്ട, നമുക്ക് നമ്മുടേതായ പരിപാടി നോക്കാം. അപ്പോഴേക്കും വിജയും ഇന്ദ്രജയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് നോക്കാം എന്ന് പറയാണ്. അങ്ങനെ താൻ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിൻ്റെ പുറത്തുനിന്ന് ആ ഷിബ് ഇങ്ങനെ അഴിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ രഞ്ജിത്താണ് ഇത് ക്യാമറയിലൂടെ കാണാൻ, എന്തൊരു രസം, എന്തൊരു സീന് എന്നുള്ള ലെവലിൽ രഞ്ജിത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേദയുടെ ഡ്രസ്സ് ഹിമ ഇങ്ങനെ അഴിച്ചു ഊരുന്ന ആ ഒരു രംഗത്തിൽ വെച്ച് അവിടെ നിർത്തണം. നമുക്കത് ബാക്കി കാണിച്ചു തരില്ല, അത് ഫുള്ളായി രഞ്ജിത്ത് ക്യാമറയിലൂടെ ലാപ്ടോപ്പിലൂടെ ഇതിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജയും വിജയും കൂടി കോണിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഭിത്തിയിലെല്ലാം ഈ ഫോട്ടോ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറയണ, എന്തൊരു രസമാണ് അല്ലേ, ഈ സ്ഥാനത്ത് വരേണ്ട ഫോട്ടോ തന്നെ, രഞ്ജിത്തിൻ്റെയും അതുപോലെ തന്നെ വിജയുടെയും ഫോട്ടോ വന്നപ്പോൾ എന്തൊരു ഭംഗിയാണ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ പറയുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എന്ന് വിജയ് അപ്പോഴേക്കും പറയാണ്. അപ്പോൾ ഈ സമയം ഇവർ തമ്മിൽ ഇത് ചർച്ചാ വിഷയമാവുകയാണ്. അതായത് ഉദയ, വന്ദന, അതുപോലെ തന്നെ ഈ പറയുന്ന ഹരിത, പത്മ, യതീന്ദ്രനൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കോഫി കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംസാര വിഷയങ്ങളാണ്. അപ്പോൾ ഉദയനോട് പറയുകയാണ്, എൻ്റെ മകൾ വന്നതിന് ശേഷമാണ്, നിൻ്റെ മോള് വന്നതിന് ശേഷമാണ് ഈ വീടൊന്നും മാറിയത്. മറ്റത് ഈ വീട്ടിൽ എനിക്കിഷ്ടപ്പെടാത്ത കുറേ മുഖങ്ങൾ കാണേണ്ടി വന്നിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല, ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല രസകരമായ ഫോട്ടോകളാണ് കാണുന്നത് എന്നൊക്കെ എന്നെ പത്മ പറയുകയാണ്. അപ്പോൾ പത്മ ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണിലൂടെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ ഈ പറയുന്ന നന്ദിനിക്ക്. പക്ഷേ താനൊരു വേലക്കാരി എന്നുള്ള റോളല്ലേ തനിക്ക് ഇവിടെ തന്നിരിക്കുന്നത്, അതൊന്നും മിണ്ടാനും ആവത്തില്ല.
അപ്പോൾ ഉടൻ തന്നെ രാജു പറയുന്നത് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ സൂര്യ സാറ് വരും. ഓ തീർച്ചയായും വരാതിരിക്കില്ല. എൻ്റെ രാജുവേട്ട ഒന്ന് അടക്കുന്നുണ്ട്. സൂര്യ സാറിന് ഒരു പ്രശ്നം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. സൂര്യ സാർ അത് തോൽപ്പിക്കുമെന്ന് പറയുന്ന സമയത്താണ് സൂര്യ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോഴൊക്കെ രഞ്ജിത്ത് വേദയുടെ ഡ്രസ്സ് മാറുന്ന അത് ആസ്വദിച്ചും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും വേദയോ അതുപോലെ ഹിമയോ ഒന്നും അറിയുന്നില്ല. രഞ്ജിത്തിൻ്റെ ആ ഒരു കാര്യം രഞ്ജിത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്യാമറയിൽ റെക്കോർഡായി തന്നെ അവനത് സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യ ഇറങ്ങി വരികയാണ്. സൂര്യ ഇറങ്ങി വരുമ്പോൾ സൂര്യയുടെ കണ്ണിൽ ഈ വലിയ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ കാണുന്നുണ്ട്. സൂര്യയുടെ പിടിവിട്ട് പോകണം. സൂര്യ ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇതെന്താ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ അപ്പോഴേക്കും അങ്ങനെ മൊത്തത്തിൽ സൂര്യ നോക്കണ്ട. അപ്പോൾ ഇവരാണെങ്കിൽ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി എന്താണ് ഈ വെച്ചിരിക്കുന്നത്? എൻ്റെയും നന്ദിനിയുടെയും ഫോട്ടോ അടിച്ച് ആ സ്ഥാനത്ത് ആ ഫോട്ടോ ആരാണ് അവിടെ വെച്ചത്? അപ്പോഴേക്കും പത്മയാണെങ്കിലോ ഇളം പുഞ്ചിരിയോടുകൂടി ഒരുതരം പരിഹാസ പുഞ്ചിരിയോടുകൂടി പത്മ അവിടെ നിൽക്കുന്നുണ്ട്. നന്ദിനിയുടെ നെഞ്ച് പടപടാ ഇടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി കുറച്ച് ഫ്രണ്ടോട്ടിലോട്ട് വരികയാണ്. ഇപ്പോൾ ഡാഡി കാര്യങ്ങൾ വ്യക്തമായില്ലേ? എൻ്റെയും നന്ദിനിയുടെയും ഫോട്ടോ ആരാ നശിപ്പിച്ചതെന്ന്? ഈ നിൽക്കുന്ന എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ. ഇവരൊരു അമ്മയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരെ അമ്മയാണെങ്കിൽ എങ്ങനെയുള്ള വൃത്തികേട് കാണിക്കില്ല. ഇവരെ അമ്മയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോ നശിപ്പിച്ചിട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ? എന്തിനാ ഡാഡി ഇതിനൊക്കെ അപ്പോഴും ഇങ്ങനെ പരിഹാസത്തോടു കൂടി ഇങ്ങനെ മുഖമൊക്കെ പൊത്തി ഇങ്ങനെ പത്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാഡി ഇതിനൊക്കെ ഈ സൂര്യക്ക് മറുപടി പറയാൻ അറിയായികയില്ല. സൂര്യക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ മൊത്തത്തിൽ അങ്ങ് ഉടച്ചെടുക്കാം. അതെന്താ സൂര്യക്ക് വേണമെങ്കിൽ അത് ഉടക്കം ഒരു നിമിഷം മതി. അപ്പോഴേക്കും നീ ഒന്ന് നിർത്തടാ, മതിയായി. ആര് ചെയ്തു എന്ത് ചെയ്തു എന്നാണ് ഇവൻ പറയുന്നത്? നിങ്ങളൊരു നല്ല ദിവസമായിട്ട് ഇവൻ്റെ ഈ സംസാരത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുകയാണ്. അപ്പോഴേക്കും സൂര്യ ഒന്നും മിണ്ടാതെ നിൽക്ക്. അപ്പോഴേക്കും സൂര്യ പറയണ ഈ ഡാഡി ഇവർ പറയുന്നതിൽ തന്നെ ഉത്തരമുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ള ക്രിമിനൽ ബുദ്ധി മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ. ഈ സൂര്യയുടെ നേർക്ക് നിന്ന് കളിക്കാൻ അറിയത്തില്ല എന്നൊക്കെ അങ്ങനെ പറയണേ. സൂര്യ ആരാണെന്ന് തിരിച്ചറിയാൻ ഇരിക്കുന്നേ ഉള്ളൂ ഡാഡി. ഇതിന് പ്രതികാരം ഡാഡി ഞാൻ ചെയ്തിരിക്കും. വേണമെങ്കിൽ ഈ ഫോട്ടോ എല്ലാം ഈ ചുമരിൽ നിന്ന് നീ ഉടക്കടാ അത്ര ധൈര്യമുള്ളവനാണെങ്കിൽ നീ ഉടക്കടാ എന്ന് പറഞ്ഞിട്ട് പത്മാങ്ങ എണീക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിജയ് പറയണേ അതെ ഇന്നൊരു കല്യാണത്തിൻ്റെ നിശ്ചയത്തിൻ്റെ തലേനാളല്ലേ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും പത്മ പറയണേ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഉടക്കിടാന്ന് പറയണേ. അപ്പോഴേക്കും സൂര്യ പറയണേ ഇല്ല ഞാൻ ഉടക്കാനും നിൽക്കുന്നില്ല ഒന്നിന്. അപ്പോൾ പേടിയാണ് അല്ലേ? അയ്യോ പേടിച്ചിട്ടല്ല, എനിക്ക് ഇതിന് പ്രതികാരം ഇങ്ങനെ ചെയ്യാം എനിക്കറിയാം എന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ നന്ദിനി പറഞ്ഞിട്ടുണ്ട് ആരെന്ത് ചെയ്താലും ക്ഷമിക്കണം, അതാണ് നല്ല മനസ്സിൻ്റെ ഉടമ. അല്ലാത്തവരൊക്കെ ചാത്തന്മാരാണെന്ന് എൻ്റെ നന്ദിനി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ സ്വഭാവം ഇല്ലാത്തവരാണ്. ദൈവം കുടിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മനസ്സ് വേണം. അതുകൊണ്ട് ഇതൊക്കെ കണ്ടില്ലെന്ന് വെക്കണം. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും സൂര്യ പ്രതികരിക്കില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. സൂര്യ പ്രതികരിക്കാതിരിക്കില്ല, സൂര്യ പ്രതികരിക്കും. ഇതിന് തിരിച്ചടി എന്ത് തിരിച്ചടിയാടാ നീ തരുന്നതെന്ന് പറഞ്ഞിട്ട് പത്മ അവിടെ വഴക്കാവാണ് കേട്ടോ. അപ്പോൾ പറയണേ ഞാൻ തിരിച്ചടി തന്നിരിക്കും. ഈ ഫോട്ടോകൾ നിങ്ങളെപ്പോലെ ആരും കാണാതെ ഇരുട്ടിൻ്റെ മറവിൽ നശിപ്പിക്കാനോ അത് കുത്തി ഒടുക്കാനോ ഒന്നും ചെയ്യില്ല. സൂര്യ നേർക്ക് നിന്ന് കളിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും യതീന്ദ്രൻ്റെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. യതീന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും ഹരിതയാണെങ്കിലോ ഇതിന് മറുപടി പറഞ്ഞാൽ തനിക്ക് തടി വീഴുമെന്ന് ഹരിതക്കറിയാം. അതുകൊണ്ട് തന്നെ ഹരിത മാറി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഈ പറയുന്ന ഉദയനും അതുപോലെ വന്ദനയും ഒക്കെ ആകെ പേടിയോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ സൂര്യ പെട്ടെന്ന് തൻ്റെ ശബ്ദം താഴ്ത്തിയിട്ട് എൻ്റെ നന്ദിനി പറഞ്ഞിട്ടുണ്ട് നല്ല നിലക്ക് നിൽക്കണമെന്ന്. എൻ്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയം എനിക്കിഷ്ടമില്ലാത്ത വിവാഹ നിശ്ചയമാണ്, എങ്കിലും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ നന്ദിനിയുടെ ഫോട്ടോ ഒഴിവാക്കി മറ്റൊരു ഫോട്ടോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പത്മ മേഡം നീ വീട്ടിലെ ഏറ്റവും വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ, നിങ്ങളുടെ ആളുകളൊക്കെ അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ, അതിലും വലിയ തിരിച്ചടി ഈ സൂര്യ തരാതിരിക്കില്ല. സൂര്യ ഒരിക്കലും തരാതിരിക്കില്ല. സൂര്യ തരാതിരിക്കില്ല. ഈ വീട്ടിലെ ഏറ്റവും വലിയ നന്ദിനിക്കാണെന്ന് ഞാൻ എല്ലാവർക്കും മുന്നിൽ കാണിക്കും. അപ്പോഴേക്കും വിജയ് ഇന്ദ്രജയോട് പറയണേ എൻ്റെ പൊന്നാര എൻ്റെ ഇന്ദ്രജ എന്തോ ഉഗ്രം പണി വീഴാനിരിക്കുന്നുണ്ട്. സൂര്യത് നിങ്ങളൊന്നും മിണ്ടാതിരുന്ന്. അപ്പോഴൊക്കെ ആയിരുന്നു അവൻ്റെ ഓരോരോ കാട്ടിക്കൂട്ടൽ എന്നിങ്ങനെ ചിറികൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സൂര്യ പറയണേ ഞാൻ ചെയ്യും. നിങ്ങളെപ്പോലെ വൃത്തികെട്ട പരിപാടിയിലൂടെയല്ല, നിങ്ങളൊക്കെ ഈ വീട്ടിൽ ആരുമല്ല എന്നുള്ളത് ഈ വീട്ടിലെ ഏറ്റവും വലിയ നന്ദിനിക്കാണ്. ഈ വീട്ടിലെ സർവ്വ അധികാരങ്ങളും നന്ദിനിക്കാണെന്നുള്ള ലെവലിൽ ഞാൻ തെളിയിപ്പിക്കും. അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം. നീ എന്തോ നാടാ നീ എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല എന്ന് പത്മ പറയാൻ കേട്ടോ. അപ്പോൾ ആ സമയം വിഷയമാണോ അല്ലേന്ന് നിങ്ങൾ കണ്ടോളൂ, ഞാനിതിന് തിരിച്ചടി തരാതിരിക്കില്ല. തിരിച്ചടി തരുമെന്ന് പറയുമ്പോൾ പത്മക്ക് ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയം നന്ദിനിയെ ഇങ്ങനെ സൂര്യ നോക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിൻ്റെ മുഖം
അഴിഞ്ഞു വീഴുകയാണ്. രഞ്ജിത്ത് വേദയുടെ ഡ്രസ്സ് മാറുന്നത് ഫുള്ളായി തൻ്റെ മൊബൈലിലൂടെ ഇങ്ങനെ കണ്ടും കൊണ്ടിരിക്കുകയാണ്. അത് ക്യാമറയിൽ അത് റെക്കോർഡായി തന്നെ താൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് ഇനി വരാനിരിക്കുന്നത്.